ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് പപ്പായ തോരൻ വെച്ചെടുക്കാൻ നോക്കാം. പപ്പായ തോരൻ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പപ്പായ തോരൻ റെഡിയാക്കി എടുക്കുന്നത്. ഒട്ടും തന്നെ കുഴഞ്ഞു പോവാതെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 2 പപ്പായയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതധികം നൈസായിട്ടുള്ള പീസായിട്ടല്ല കട്ട് ചെയ്തിരിക്കുന്നത്, ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ടുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തതാണ്. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളമില്ല, ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 5.5 കപ്പ് പപ്പായയാണ് ഉള്ളത്. 250 ml കപ്പിൽ അളന്ന് നോക്കിയപ്പോൾ 5.5 കപ്പ് പപ്പായ അരിഞ്ഞതാണ് ഉള്ളത്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പപ്പായയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടാവും, എന്നാലും അടുക്കി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കല്ലുപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു വിസിൽ വന്നാൽ നമുക്ക് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്ത് കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വളരെ ചെറിയ അല്ലി ചുവന്നുള്ളിയാണിത്, അതുകൊണ്ട് ഒരു 5-10 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി മാത്രമായിട്ട് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഒരു 10-12 എണ്ണം എടുത്താൽ മതിയാവും. ഇതിലേക്കൊരു 3 പച്ചമുളകാണ് അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് 3 എണ്ണം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 4 വറ്റൽമുളക് കഷ്ണങ്ങളാക്കി അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് ഇട്ട് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 4 വറ്റൽമുളകും 3 പച്ചമുളകും ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മിക്സിയുടെ വിപ്പ് ബട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് ചതച്ചെടുത്താൽ മതി. അപ്പം അതായത് ഇവിടെ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ അരവ് കൂടി പോവരുത്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്ന അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റിന് ശേഷം നമ്മൾ സ്റ്റീമെല്ലാം കളഞ്ഞിട്ട് ഇത് തുറക്കണം. ഇത് സ്റ്റീം മുഴുവനായിട്ട് പോകുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് നിന്നാൽ പപ്പായ കൂടുതൽ വെന്ത് പോകും. അപ്പോൾ വിസിൽ വന്ന അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റീമെല്ലാം കളഞ്ഞിട്ട് തുറന്നതാണ്. കണ്ടില്ലേ, പപ്പായയിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം. അപ്പം നമ്മുടെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പപ്പായ നല്ല കറക്റ്റ് പാകത്തിന് കുക്കായിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. നമുക്കിത് തോരൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കടായി വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ തേങ്ങയിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം. അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും.
ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായയിൽ ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെങ്കിൽ ഈ തേങ്ങയിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പപ്പായ ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ പപ്പായയുടെയും വേവ് വ്യത്യാസം ഉണ്ടാവും. ചില പപ്പായ പെട്ടെന്ന് വേവുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അരപ്പൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് പപ്പായ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കുക്കറിൽ വേവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് ചെറുതായിട്ടൊരു വേവ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തത്. കുക്കറിൽ വേവിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കറക്റ്റായിട്ട് നമുക്ക് ഒട്ടും കുഴഞ്ഞു പോകാതെ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. പപ്പായയും ചെറുപയറും വെച്ചിട്ടുള്ള ഒരു തോരന്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.